ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ഇത് ഹെർമിറ്റ്സ് ടോക്സിന്റെ 1226 ദിവസം. ഇന്നത്തെ പ്രഭാത ചിന്ത രൂത്ത് 1-ാം അധ്യായം 20-ാമത്തെ തിരുവചനമാണ്. അവൾ അവരോട് പറഞ്ഞത്, നവോമി എന്നല്ല, മാറ എന്ന് എന്നെ വിളിപ്പിൻ. സർവശക്തൻ എന്നോട് ഏറ്റവും കൈപ്പായുള്ളത് പ്രവർത്തിച്ചിരിക്കുന്നു. നവോമിയുടെ ഭർത്താവ് കുടുംബത്തെ മോവാബിലേക്ക് കൊണ്ടുപോയി. അവനും അവരുടെ 2 ആൺമക്കളും അവിടെ വെച്ച് മരിച്ചു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നവോമി മരുമകൾ രൂത്തൊഴികെ മറ്റൊന്നുമില്ലാതെ ബെത്ലഹേമിലേക്ക് മടങ്ങിപ്പോയി. നഗരത്തിലെത്തിയപ്പോൾ സ്ത്രീജനങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ഇത് നവോമി അല്ലയോ? അത് കേട്ടപ്പോൾ അവൾ അവരോട് പറയുകയാണ്, നവോമി എന്നാൽ സന്തോഷവതി എന്നാണ് അർത്ഥം. നിങ്ങൾ എന്നെ അങ്ങനെ വിളിക്കരുത്. നിങ്ങൾ മാറ എന്ന് വിളിച്ചുകൊള്ളൂ. അതിന് കയ്പുള്ളത് എന്നല്ലേ അർത്ഥം. ഞാൻ നിറഞ്ഞവളായിട്ടാണ് പോയത് എങ്കിൽ യഹോവ എന്നെ ഒഴിഞ്ഞവളായി മടക്കി വരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മുടെ ദുഃഖത്തിന്റെ നാളുകളിൽ നമ്മളും ചിലപ്പോൾ ഇതേപോലെ തന്നെ ആയിരിക്കും പ്രതികരിക്കുക. ദൈവം എനിക്ക് എന്ത് ചെയ്തു എന്ന് നമ്മൾ ചിന്തിക്കുവാൻ സാധ്യതയുണ്ട്. നവോമി ചിന്തിക്കാത്ത ഒരു കാര്യമാണ് ദൈവം അവിടെ ചെയ്തത്. ദൈവം അവൾക്കായി ഒരു രക്ഷ രൂത്തിലൂടെ ഒരുക്കിയിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും കയ്പിൻ്റെതായ അനുഭവത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തെ മധുരമാക്കി തീർത്തുകൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തെ പലപ്പോഴും നമുക്ക് കാണുവാനായിട്ട് സാധിക്കാതെ വരും. നമ്മുടെ ജീവിതത്തെ ഏറ്റവും മധുരമുള്ളതാക്കി തീർക്കുന്ന നമ്മുടെ ദൈവത്തെ കാണുവാനും അറിയുവാനും അവനിൽ ആശ്രയം വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.